രാവിലെ ഒരു 8 മണിയാകുമ്പോഴേ എഴുന്നേക്കുള്ളൂ എന്ന് വിചാരിച്ച് കിടന്നതാണ്. പക്ഷെ 6:30 ആകുമ്പോണ്ട് അമ്മ വിളിക്കുന്നു. അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മഴ കാരണം പ്രശ്നങ്ങളുണ്ടോ, വെള്ളം കയറുന്നുണ്ടോ, നീ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഓരോ 2 മണിക്കൂറിലും ഇങ്ങനെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ 6:30 ആകുമ്പോൾ അമ്മേൻ്റെ വിളി കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റ്. അത് കഴിഞ്ഞിട്ട് അമ്മേനോട് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കിടന്നുറങ്ങി. 8 o'clock എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നിട്ട് ഏട്ടനെ ബാങ്കിലൊക്കെ വിട്ടു. സച്ചുവിന് സ്കൂളില്ലല്ലോ, നാട്ടിലൊക്കെ നല്ല മഴയായിരിക്കുമല്ലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങാൻ പോയി. മീനിന് നോക്കുമ്പോൾ 480 രൂപ അയിലേക്ക്. നാട്ടിലെത്ര, നിങ്ങളെ നാട്ടിലൊക്കെ എത്ര വില എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ 480 രൂപയ്ക്ക് ഞാൻ 1/2 കിലോ മീൻ വാങ്ങിയിട്ട് അയില വാങ്ങിയിട്ട് അയിലയ്ക്ക് 5 മീൻ വാങ്ങിയാൽ 4 തലയേ ഉള്ളൂ. അയിലയ്ക്ക് 5 അയിലിൽ 5 അയിലയ്ക്ക് 5 തല വേണ്ടേ, ഇത് 5 അയിലയ്ക്ക് 4 തലയുള്ളൂ. എനിക്ക് തോന്നുന്നു ദുബായിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്ത മീനാന്ന് തോന്നുന്നു. കാരണം അവിടെയാണല്ലോ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തല വെട്ടിക്കളയുന്ന ശിക്ഷയുള്ളൂ. അങ്ങനെ എന്തോ ഒരു തെറ്റ് ചെയ്ത, കുറ്റം ചെയ്ത ഒരു മീനായിരുന്നു തോന്നുന്നു. കാരണം അതിന് തലയില്ലായിരുന്നു. നാളെ പോകുമ്പോൾ അയാളോടൊന്ന് ചോദിക്കണം എങ്ങനെയാണ് ഒരു തല മിസ്സായതെന്ന്. അങ്ങനെ ആ മീനൊക്കെ വെച്ചിട്ട് ഭയങ്കര എളുപ്പം ഈസി ആയിട്ടുള്ള മീൻകറിയാണ് കേട്ടോ ഇന്ന്. കാരണം മഴേൻ്റെ ഒരു പേടി എനിക്കുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി മുതൽ എന്താണെന്നറിയില്ല, നെഞ്ചിന്നൊരു പടപടപടപ്പാണ്. ഒരു 1 മണി വരെയൊക്കെ ഞാൻ ന്യൂസും കണ്ടുകൊണ്ടിരുന്നു. കാരണം എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഏട്ടനോട് പറഞ്ഞു ഇവിടെ ഒന്നും സംഭവിക്കില്ല എന്ന്. പണ്ട് മുല്ലപ്പെരിയാറൊക്കെ എവിടെയോ ഏതോ നാട്ടിൽ നമ്മൾ സേഫാണെന്നുള്ളൊരു മട്ടും പാവൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ കോഴിക്കോടും വയനാട്ടൊക്കെ ആയിരുന്ന സമയത്ത്. കാരണം നമ്മളെ ബാധിക്കില്ല എന്നൊക്കെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഇതിപ്പോൾ എറണാകുളം വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ ടെൻഷൻ്റെ മേലെ ടെൻഷനാണ്. സംഭവം ഒന്നും സംഭവിക്കില്ലായിരിക്കും, അതിന് കേടുപാടൊന്നും ഇല്ലായിരിക്കും. പക്ഷെ നമ്മൾ വരുന്ന ന്യൂസുകൾ ഓൾറെഡി നമ്മളെ മൈൻഡിൽ അതിനെ പറ്റിയുള്ള ഒരു പേടി ഉണ്ടല്ലോ. അതിൻ്റെ ഇടയ്ക്കാണ് സച്ചുവിനെ പഠിക്കാനിരുത്തി അവൻ 100 ഡൗട്ടായിട്ട് കിച്ചണിൽ വരിക. അല്ലല്ല ഇത് അമ്മ ഫുഡ് ഉണ്ടാക്കട്ടെ. അപ്പം അവന് പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ മീൻകറിയൊക്കെ വെച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മുല്ലപ്പെരിയാറിൻ്റെ പേര്. ഞാൻ ഇന്നലെ എൻ്റെ കുറച്ച് സർട്ടിഫിക്കറ്റ്, നമ്മുടെ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ എടുത്തൊരു ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടോ. എൻ്റെ പ്രിക്കോഷൻ എടുക്കൽ കണ്ടിട്ട് ഏട്ടൻ കുറേ എന്നെ കളിയാക്കിയെങ്കിലും എനിക്കെന്തോ ഞാനൊരു വലിയ സംഭവം ചെയ്ത് വെച്ചൊരു ഫീലായിരുന്നു കേട്ടോ. എൻ്റെ വിചാരം ഡാമൊക്കെ പൊട്ടിയിലും അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചാലും എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷപ്പെടാം എന്നൊക്കെ ഉള്ളൊരു മൈൻഡ് സെറ്റാണ്. ഏട്ടൻ പറഞ്ഞ ഡാം പൊട്ടിയാൽ തീർന്നു, ഇവിടെ നമുക്ക് രക്ഷപ്പെടാനൊന്നും ആവില്ല, വെള്ളം കുടിച്ച് ചാവുക, അറബിക്കടലിൽ പോയിട്ട് ചാവാം എന്നൊക്കെ പറഞ്ഞു എന്നോട്. പക്ഷെ എന്നാലും എനിക്കെന്തൊരു കോൺഫിഡൻസ് ആട്ടോ നമ്മൾ രക്ഷപ്പെടും എന്നൊക്കെയുള്ള. പൊട്ടൊന്നും ഇല്ലായിരിക്കും, കാരണം അതിനെ എപ്പോഴും ആളുകൾ ഇങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കില്ലേ. അപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ ഐഡന്റിഫൈ ചെയ്യേണ്ടതാണല്ലോ. ഇങ്ങനെയൊക്കെ ഞാൻ മനസ്സിൽ വിചാരിക്കെങ്കിലും പിന്നെയും എനിക്ക് ടെൻഷൻ ആവും കേട്ടോ. സച്ചു ഉണ്ടായതിനു ശേഷമാണ് എനിക്ക് ഇത്രയ്ക്ക് എല്ലാ കാര്യങ്ങൾക്കും ഞാൻ ഭയങ്കര കോൺഷ്യസ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങി. അവിടെ ഡാമുണ്ട്, ഇവിടെ പൊട്ടും, ഇവിടെ വെള്ളം കയറി നമ്മൾ എന്ത് ചെയ്യും. അതിന് മുമ്പൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏട്ടനാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. സച്ചു ഉണ്ടായതിനു ശേഷം ഏട്ടനും വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ഏട്ടൻ്റെ ആ പഴയ പ്രശ്നം എനിക്ക് വന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴുകിയിട്ടൊന്നുമില്ല, നേരെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചോട്ടോ. പണ്ടൊക്കെ എല്ലാം ഇങ്ങനെ, പണ്ട് നല്ല എപ്പോഴും നന്നായിട്ട് അത് വാഷ് ചെയ്തതിന് ശേഷമാണ് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാറുള്ളൂ. പക്ഷെ ഇന്ന് എന്തോ മൈൻഡൊക്കെ ഇങ്ങനെ ഡമാറ് പടാറായിട്ട് ഇരിക്കുകയായിരുന്നേ. കാരണം ഈ മഴ കാരണം മഴേനെ കൊണ്ടുള്ള പേടിയുണ്ട്. പിന്നെ നാട്ടിലും നല്ല മഴയെന്ന് പറയുന്നുണ്ട്. നാട്ടിലെന്താവും, ഇവിടുന്നാണെങ്കിൽ എനിക്ക് നാട്ടിൽ നല്ല മഴയാണല്ലോ, അവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷൻ. അവർക്കാണെങ്കിൽ ഞങ്ങൾ ഇവിടെയാണല്ലോ, ഞങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ ഓരോ 2 മണിക്കൂറിലും അമ്മ വിളിച്ചിട്ട് ഇങ്ങനെ അപ്ഡേറ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. പിന്നെ ഈ കറിവേപ്പിലുണ്ടല്ലോ, നാടൻ കറിവേപ്പിലൊന്നുമല്ല, അത് ഞാൻ ഓൾറെഡി കഴുകിയിട്ട് വെച്ചതാണ് കേട്ടോ. നാട്ടിൽ നാടൻ കറിവേപ്പിലൊക്കെ ഞങ്ങൾ വീടിന് ചുറ്റും കുറച്ച് കറിവേപ്പിലമാരൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് തഴച്ച് വളരുന്നില്ല. ഇനി ആരെങ്കിലും അതിൻ്റെ മുകളിൽ നിന്ന് ഉള്ളിക്കൊണ്ടുപോകുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. ഒട്ടും ഇല ഉണ്ടാവുന്നില്ല കേട്ടോ. ശരിക്കും ഈ മഴക്കാലത്തൊക്കെ അത് നന്നായിട്ട് നിറഞ്ഞ് നിൽക്കേണ്ടതല്ലേ, എന്തോ ഉണ്ടാവുന്നില്ല. ഇനി പോയിട്ട് നമ്മളെ കുറച്ച് ഫുഡ് വേസ്റ്റിൻ്റെ വളം ഇരിപ്പുണ്ട്, അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. കാരണം ഓണത്തിന് കുറച്ച് ദിവസം ലീവ് ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിങ്ങനെ പോകുന്നത്. നാട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ ഒരുപാട് പ്ലാൻ ഉണ്ട് കേട്ടോ. പക്ഷെ ഒന്നും നടക്കില്ല. അവിടെ പോകുമ്പോഴേക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ദിവസങ്ങൾ ഇതാ എന്ന് പറഞ്ഞ പോലെ ഒരു പോക്ക് പോകും. അങ്ങനെ അതൊക്കെ ഫ്രിഡ്ജിലെടുത്തു വെച്ചു. ഇപ്പോൾ കുറച്ച് വെണ്ടക്ക ഉണ്ടായിരുന്നു. വെണ്ടക്കേൻ്റെ ഉപ്പേരി മെഴുക്ക് പുരട്ടി ഞാൻ ഈ അടുത്ത കാലത്താണ് ഉണ്ടാക്കാൻ തുടങ്ങി. ഏട്ടനത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയാൽ. അപ്പം നമ്മുടെ കട്ടിംഗ് ബോർഡ് എന്തോ ഒരു പ്രശ്നം പറ്റി. അപ്പം ഞാൻ ഈ പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് മുറിക്കൽ. ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കണേ. സച്ചുവിന് ഈ വെണ്ടയ്ക്ക, ക്യാരറ്റ് അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ, ഒനിയനൊക്കെ ഇങ്ങനെ ഈ റോ ആയിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ പറയും ഇതൊന്നും കറിയിലിട്ട് വേവിക്കണ്ട,
എനിക്കല്ലാതെ തന്നാൽ മതിയെന്ന്. അത് ഒരു കണക്കിന് നല്ലതാണ്. പിന്നെ ഈ വിഷമൊക്കെ അടിക്കുന്ന ആയതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയാണ് കേട്ടോ. ഞാൻ മാക്സിമം നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കല്. അപ്പം അവനത് ഒക്കെ കഴിച്ചോളുവേ. പിന്നെ ഇങ്ങനെ ഈ പഠിക്കാനിരുത്തുമ്പം ഒരുപാട് സംശയങ്ങളാണ്. അതിനിടയിൽ വെള്ളം കുടിക്കണം, അതിനിടയിൽ അവൻ്റെ പുറകിൽ ആരോ വരുന്നു എന്നൊക്കെ ഒരു ഫീല് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ആ റൂമിലിരുന്ന് പഠിക്കുകയേ ചെയ്യില്ല കേട്ടോ. പിന്നെ എനിക്കിഷ്ടമാണ് അവൻ എൻ്റെ അടുത്ത്, ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ഓരോന്ന് ചോദിക്കുകയും ചെറിയ ചെറിയ ഹെൽപ്പുകളൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ കുറച്ച് പാത്രങ്ങൾ, ചെറിയ പാത്രങ്ങളൊക്കെ കഴുകാനൊക്കെ അവനറിയാം. അതൊക്കെ അവൻ ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് കിച്ചൺ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ അവൻ ചെയ്യും. ഒക്കെ പഠിക്കട്ടെ, ആൺകുട്ടിയെന്ന് പറഞ്ഞൊന്നും ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒക്കെ പഠിക്കട്ടെ എന്ന് ഞാനും വിചാരിക്കും കേട്ടോ. അപ്പം ഞാൻ അതിനകത്ത് കുറച്ച് നമ്മുടെ ചിക്കൻ മസാല, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചിലർ പറയും കൈ വെച്ചാണോ കുഴക്കുന്നത്, അത് സ്പൂൺ വെച്ച് കുഴച്ചുവിടുന്നത്. എനിക്കെന്തോ കൈ വെച്ച് കുഴക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. കാരണം ഞാൻ നന്നായി കൈ വാഷൊക്കെ ചെയ്തിട്ടാണ് അതൊക്കെ കൈ കൊണ്ട് തൊടാറുള്ളൂ കേട്ടോ. അപ്പോഴേക്ക് ചോറ് തിളച്ചു. അപ്പോൾ ചോറ് നമ്മൾ റൈസ് കുക്കറിലേക്ക് മാറ്റിയ ഗ്യാസിനൊക്കെ നല്ല റേറ്റുമാണ്. മാത്രമല്ല ഗ്യാസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം മാക്സിമം നമ്മൾ ഗ്യാസ് ചുരുക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാൻ അടുപ്പത്തേക്ക് വെച്ചു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കേരൻ്റെ കോക്കനട്ട് ഓയിലാണ് കേട്ടോ വാങ്ങൽ. ഏട്ടന്മാരെ എല്ലാം കണക്കാണെന്നൊക്കെ പറയും, എന്നാലും ഞാൻ കേര കണ്ടുപിടിച്ച് വാങ്ങും കേട്ടോ. എവിടെയെങ്കിലും ഇല്ലെങ്കിൽ ഉള്ള സ്ഥലത്ത് പോയിട്ട് വാങ്ങും. എന്നിട്ട് ഞാൻ നമ്മുടെ വെണ്ടക്ക അതിനകത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല ക്രിസ്പി ആവണം കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ചേർക്കരുത്. നന്നായിട്ട് ഇളക്കിയിട്ട് അതിനെ വേവിച്ചെടുക്കണം. ഇങ്ങനെ കറുമുറ എന്നുള്ള ആ ഒരു ടേസ്റ്റിലേക്ക് വരുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അത് മാത്രം മതി ശരിക്കും ചോറിന് കഴിക്കാൻ കേട്ടോ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ വെണ്ടക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം ആദ്യം ഉണ്ടാക്കുമ്പോൾ ആരും ഒന്നും കഴിക്കില്ലായിരുന്നു. ഇപ്പം എല്ലാവർക്കും ഈ വെജിറ്റബിൾ ഒക്കെ ഭയങ്കര ഇഷ്ടമായി തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ചോറ്, ഇന്നലത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അത് ഞാൻ തിളപ്പിച്ചൂറ്റിട്ട് എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചു. എനിക്കെന്ത് ഈ ഫുഡൊക്കെ എടുത്ത് കളയാന്നുള്ളത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ കറക്റ്റായിട്ടാണ് ഫുഡ് ഉണ്ടാക്കല്, അങ്ങനെ വേസ്റ്റ് ആവാറില്ല. പക്ഷെ ഇന്നലെ എന്തോ കുറച്ചധികമായിപ്പോയി. അപ്പം ഇന്നത് തിളപ്പിച്ചൂറ്റിട്ട് എടുത്തു കേട്ടോ. ഇപ്രാവശ്യം ഞാൻ റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചിട്ടില്ല. അത് ഞാൻ പൊന്നിയരിയാണ്. എനിക്ക് ആ റേഷൻ കടയിൽ അരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് വെള്ളം മാത്രമേ കടാവുള്ളൂ. വീട്ടിൽ വന്നിട്ട് പ്രോട്ടീൻ പൗഡർ ഇല്ല. പിന്നെ പറയൂ, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. പക്ഷെ അമ്മ ജിമ്മിൽ പോകുന്നുണ്ട്, അപ്പൊ അമ്മയ്ക്ക് കൊടുക്കാറുണ്ടാ? അമ്മയ്ക്ക് കൊടുക്കാറുള്ളതാ അല്ലേ? ഓക്കെ. ഇവന്റെ ഈ ഒരു സപ്പോർട്ടയിൽ കണ്ടെത്തുന്നു. ഇവൻ എന്നോടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം. ഇവന്റെ അച്ഛനാണ് ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പൊ അച്ഛനില്ലാത്തപ്പോ അച്ഛന്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഏട്ടൻ കേട്ടിട്ടുണ്ട് ഇവനെ ശരിയാക്കും. അല്ലെങ്കിൽ ഈ ആൺകുട്ടികൾക്ക് അവരുടെ അച്ഛനായിരിക്കല്ലോ എപ്പോഴും ഭയങ്കര ഹീറോ. അവന്റെ അച്ഛനെ പോലെ ഡ്രൈവിംഗ് ചെയ്യണം, അവന്റെ അച്ഛനെ പോലെ രാവിലെ ബാങ്കിൽ പോകണം, ഓഫീസിൽ പോകണം, അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഡ്രീമാണ് കേട്ടോ അവന്. അപ്പൊ അച്ഛനില്ലാത്തപ്പോൾ എന്നെ സോപ്പടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളെ വീടിന്റെ മുമ്പിൽ ആ ഒരു എന്താ പറയുക, നമ്മുടെ സിനിമാ തിയേറ്ററിന്റെ പണി ഏകദേശം കഴിഞ്ഞു. ഓഗസ്റ്റ് 17 നമ്മുടെ ഇനാഗുറേഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുന്നത് കേട്ടു. ഈ മാജിക് ഫ്രെയിംസ് ഒരു പ്രൊഡക്ഷൻ കമ്പനി അല്ലേ, എന്തായിരുന്നു പുള്ളിയുടെ പേര്, ഞാൻ മറന്നുപോയി. ആ പുള്ളിയുടെ എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അറിയില്ല ഇനി ആ പേര് മാത്രമേ ഉള്ളൂ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഞാനുമായിട്ടും അത്യാവശ്യം എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണുന്ന ആളുകളാണ്. അപ്പം ഞങ്ങൾക്കിത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ അടുത്ത് തന്നെ ഒരു തിയേറ്ററിൽ നിന്ന് നമുക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. മറ്റേ ഞങ്ങൾ തൃപ്പൂണിത്തറ സെൻട്രൽ സ്ക്വയർ മോളിൽ ലുലുവിലൊക്കെ പോയിട്ടാണ് സിനിമ കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. എനിക്കെന്തോ ലുലുവിലെ തിയേറ്ററിൽ പോയിട്ട് എനിക്കാ ഒരു ചെയർ അങ്ങോട്ട് സെറ്റ് ആവാറില്ല. എനിക്ക് അതിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് ഇരിക്കാൻ അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. എനിക്കെന്തോ അത് ഞാൻ മുന്നോട്ടാക്കുമ്പോൾ അത് പുറകോട്ട് പോകും, വീണ്ടും ഞാൻ മുന്നോട്ടാക്കും പുറകോട്ട് പോകും. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സിനിമയ്ക്ക് പോയിട്ട് അടുത്തിരുന്ന പെൺകുട്ടി എന്നെ വല്ലാതെ ഒന്ന് നോക്കി, ഇവൾ ആദ്യമായിട്ടാണ് മുകളിലൊക്കെ വന്ന് സിനിമ കാണുന്നത് എന്നുള്ള രീതിയിൽ. അപ്പം ഞാൻ ലുലുവിൽ പോവാറില്ല കേട്ടോ. ഞങ്ങൾ അധികം ബാക്കി എല്ലാ സ്ഥലത്തും പോയിട്ടാണ് കാണുന്നത്. ഇനി ഇവിടെ തിയേറ്റർ വന്നാൽ പിന്നെ അതിൻ്റെ പ്രശ്നമില്ലല്ലോ. ഞങ്ങൾ അങ്ങനെ ഈ നല്ല സിനിമ ചീത്ത സിനിമ ഒന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് എപ്പൊക്കെ സിനിമ കാണാൻ തോന്നുന്നോ അതേതെങ്കിലും ഒരു സിനിമ ഉണ്ട് അത് പോയി കാണുന്ന ആളുകളാണ് കേട്ടോ ഞാനും ഏട്ടനും. സത്യം പറഞ്ഞാൽ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്
അത്രയ്ക്ക് സിനിമയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അതിനു മുമ്പൊക്കെ വല്ലപ്പോഴും ഞാനും അനുവും കൂടെ പോവുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഏത് സിനിമ ഇറങ്ങിയാലും ഞങ്ങൾ പോയി കാണും കേട്ടോ. അപ്പം നിങ്ങൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും നമ്മുടെ ജോൾസിൻ്റെ കബഡി നിരത്തി കളിക്കാൻ. നല്ല ഞാൻ കുറച്ച് പിസ്ത ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. സച്ചുവിന് ഞാനൊരു മിക്സ് നമ്മുടെ ഡ്രൈ നട്ട്സിൻ്റെ ഒരു മിക്സൊക്കെ ഉണ്ടാക്കിയിട്ട് പാലിൽ കൊടുക്കാറുണ്ടായിരുന്നു. കഴിഞ്ഞ മാർച്ച് വരെയൊക്കെ കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ആളത് കഴിക്കാതായി. പിന്നെ പനി കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പിന്നെ മാർച്ചിന് ശേഷം കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ പനിയൊക്കെ കഴിഞ്ഞപ്പം നല്ല വെയിറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി ആൾക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വീണ്ടും ഇത് റീസ്റ്റാർട്ട് ചെയ്യാമെന്ന്. ഞാൻ ഈ ഒരു മിക്സിനകത്ത് വേണേൽ കൊക്കോ പൗഡറൊക്കെ ആഡ് ചെയ്തത് നല്ലതാണ്. ഞാൻ നട്ട്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ, കൊക്കോ പൗഡറൊന്നും യൂസ് ചെയ്യാറില്ല. എന്നിട്ട് ഞാനിത് ഇടാൻ വേണ്ടി ഒരു ഗ്ലാസിൻ്റെ ജാറ് മേടിച്ചിരുന്നു കേട്ടോ. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് വീണ പൊട്ടിപ്പോയി ഗൈസ്. അപ്പം ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ജാറിൽ തൽക്കാലം വെച്ച് ഇനി നാളെ കണ്ട് പോയിട്ട് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പീനട്ട് അധികമായി പോയിരുന്നു ആദ്യം അടിച്ചത്. അത് ഞാനിങ്ങനെ ഉരുളകളാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഈ ഉരുളകൾ ഓരോന്നായിട്ട് കൊടുത്താൽ മതി. ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ ഇത്. ഇതുണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെറിയ ഉരുളകളാക്കി വെച്ചിട്ട് 2 ഉരുള ഡെയിലി കൊടുക്കുക. അതിൻ്റെ മുകളിൽ കുറച്ച് ഹണിയൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സച്ചു കഴിച്ചോളൂ കേട്ടോ. ഇനി ഹണി ഒഴിച്ചിട്ടില്ലെങ്കിലും അവൻ കഴിച്ചോളും. ഞാൻ അധികം അങ്ങനെ മധുരം കൊടുത്തൊന്നും അവന് പഠിപ്പിച്ചിട്ടില്ല. ഇനി മധുരം കൊടുത്താലും അവൻ കഴിക്കും, കൊടുത്തില്ലെങ്കിലും കഴിക്കും കേട്ടോ. എന്തായാലും ഭയങ്കര ഹെൽത്തിയാണ് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞങ്ങളും കഴിക്കാൻ, ഞങ്ങൾ ജിമ്മിൽ പോവാറുണ്ടല്ലോ. അപ്പം പിന്നെ കുറച്ച് പീനട്ട് ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കുറച്ച് കടലമിഠായി ഉണ്ടാക്കാമെന്ന്. പക്ഷെ കടലമിഠായി ഉണ്ടാക്കിയപ്പോൾ ഇച്ചിരി വെള്ളം അധികമായി പോയിട്ട്, ശർക്കര മെൽറ്റ് ചെയ്യാൻ എടുത്ത വെള്ളം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ആയില്ല. എന്നാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആ വെള്ളം അധികമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ ഭയങ്കര കട്ടയാക്കി എടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പം ഞാൻ വീണ്ടും കുറേ തിളപ്പിച്ചൊക്കെ നോക്കി. പക്ഷെ അതങ്ങോട്ട് സെറ്റായില്ല. കുറച്ചിങ്ങനെ ഉറപ്പ് വന്നു പോയിട്ടോ കടലമുട്ടയൊക്കെ.